Welcome students, welcome to Ideal Learning class. Mathematics of Chance, സാധ്യതകളുടെ പഠനം, അതിലെ സെക്കൻഡ് പാർട്ടിൽ ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. ഇതിൽ ജോമെട്രിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ വിവിധ ചിത്രങ്ങളാണ്. സർക്കിളിൽ കളേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ട്, പല പാർട്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇതിൽ 1, 2, 3 3 യെല്ലോ കളേഴ്സും പിന്നെ മറ്റുള്ള ബ്ലൂ ആൻഡ് റെഡ് ആൻഡ് നെക്സ്റ്റ് വയലറ്റ് കളേഴ്സ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് എനി ഓഫ് ദ 8 സെക്ടേഴ്സ് ക്യാൻ കം എഗെയിൻസ്റ്റ് ദ ആരോ. അതായത് ഇവിടെ ഈ ആരോ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ യെല്ലോ വരാനുള്ളൊരു സാധ്യത എന്താണെന്നുള്ള ഒരു എക്സാമ്പിളാണ് ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് യെല്ലോ. അപ്പോൾ യെല്ലോ ഈസ് 1, 2, 3. ആകെ ഔട്ട് ഓഫ് 8 പാർട്ടിൽ 8 സെക്ടറിൽ യെല്ലോ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 3/8 ആണ്. ഔട്ട് ഓഫ് 8, 3 ഈസ് ദ പ്രോബബിലിറ്റി. ഓക്കെ, another example. If you shut your eyes and put a dot in this triangle or rectangle, what is the probability that it could be within the triangle? ഓക്കെ, അതായത് കണ്ണടച്ച് പിടിച്ച് നമ്മളൊരു ഡോട്ട് ഇടുകയാണ്. ഇതൊരു ചതുരമാണ്, ഇതൊരു റെക്റ്റാങ്കിൾ. അതിൽ ദിസ് ഈസ് 1 ട്രയാങ്കിൾ, സെയിം ബേസ് ഓഫ് ദ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ അതേ ലെങ്ത് വരുന്ന ബേസുള്ള ഒരു ട്രയാങ്കിൾ ആൻഡ് ഹൈറ്റും ഈ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റാണ് ട്രയാങ്കിളിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 അനദർ ട്രയാങ്കിൾസ് ഉണ്ട്. മൊത്തം 1, 2, 3 3 ട്രയാങ്കിൾസ് ആയിട്ട് ഈ റെക്റ്റാങ്കിളിനെ ഭാഗിച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ കണ്ണടച്ചൊരു ഡോട്ട് ഇടുകയാണെങ്കിൽ അത് ട്രയാങ്കിൾ തന്നെ, അതായത് നടുക്കുള്ള ട്രയാങ്കിളിലാകാനുള്ള സാധ്യത എന്താണ് വിത്തിൻ ദ ട്രയാങ്കിൾ. ഓക്കെ, ആ പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്താണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഹാഫ് ഓഫ് ദി ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസ് സെയിമായിട്ട് ഹൈറ്റും റെക്റ്റാങ്കിളിൻ്റെ തന്നെ വന്നാൽ ഹാഫ് BH, ദാറ്റ് ഈസ് ഹാഫ് ഓഫ് ദി റെക്റ്റാങ്കിൾ ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നുള്ളത്. സോ ദ പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ഫോളിങ് ഇൻ ദ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൽ വന്ന് ഈ ഡോട്ട് വീഴാനുള്ള സാധ്യത എന്താണെന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ദാറ്റ് ഈസ് എഴുതാം നമുക്ക്. സോ the probability of the dot falling in the triangle, area of the rectangle is equals BH ആണെന്ന് നമ്മൾ കണ്ടു. BH base into height. ഓക്കെ, then area of the triangle എന്ന് പറയുന്നത് half of BH ആണ്, അതായത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ പകുതി. then probability എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ്, അത് B into H ആണ്. അതിൽ ട്രയാങ്കിളിൽ വീഴാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് BH, ട്രയാങ്കിളിൻ്റെ ഏരിയ ബൈ ഏരിയ. ദാറ്റ് ഈസ് BH ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് ആൻസർ കിട്ടും? 1/2. ദാറ്റ് ഈസ് ഹാഫ് ആണ്, പകുതിയാണ് അതിനുള്ള സാധ്യത എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇൻ ഈച്ച് പിക്ചർ ബിലോ ദ എക്സ്പ്ലനേഷൻ ഓഫ് ഗ്രീൻ പാർട്ട് ഈസ് ഗിവൻ. കാൽക്കുലേറ്റ് ഇൻ ഈച്ച് ദ പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് വിത്തൗട്ട് ലുക്കിംഗ് ടു ബി വിത്തിൻ ദ ഗ്രീൻ പാർട്ട്. അതായത് ഇവിടെ യെല്ലോ ആൻഡ് ഗ്രീൻ കളറിലെ സ്ക്വയർ, സർക്കിൾ എന്നിങ്ങനെ പിക്ചേഴ്സ് തന്നിരിക്കുന്നു. ഇതിൽ കണ്ണടച്ച് നമ്മളൊരു ഡോട്ട് ഇട്ടാൽ അത് ആ ഗ്രീൻ പാർട്ടിൽ ആയിരിക്കാനുള്ള സാധ്യത എന്നാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എ സ്ക്വയർ ഡോട്ട് ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ബിഗ്ഗർ സ്ക്വയർ. ഇവിടെ ഒരു വലിയ സ്ക്വയർ തന്നിട്ടുണ്ട്, ബിഗ്ഗർ സ്ക്വയർ. അതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് വേറൊരു സ്ക്വയർ വരച്ചിരിക്കുന്നു, അത് ഗ്രീൻ കളറാണ്. അപ്പോൾ കണ്ണടച്ചൊരു ഡോട്ട് ഇട്ടാൽ അത് ഗ്രീൻ പാർട്ടിൽ തന്നെ ആകാനുള്ള പോസിബിലിറ്റി ഓർ പ്രോബബിലിറ്റി എന്താണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. ഒരു സ്ക്വയർ, അതിനകത്ത് മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് വേറൊരു സ്ക്വയർ വരച്ചിരിക്കുന്നു. അപ്പോൾ ഈ ലാർജർ സ്ക്വയറിൻ്റെ സൈഡ് നമ്മൾ D എന്നുള്ള മെഷർമെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇത് D ആയാൽ ഈ ഇന്നർ സ്ക്വയർ, അതായത് ഈ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരക്കുന്ന ലൈൻസും D ആയിരിക്കും. അത് ഇന്നർ സ്ക്വയറിൻ്റെ
ഓർ സ്മോളർ സ്ക്വയറിൻ്റെ ഡയഗണലാണ്. ഓക്കെ, ഇത് കറക്റ്റ് അല്ലേ എന്ന് ശ്രദ്ധിക്കൂ. കണ്ടോ, ഇത് സ്മോളർ സ്ക്വയറിൻ്റെ ഡയഗണലായിട്ട് വരും. അത് ലാർജർ സ്ക്വയറിൻ്റെ സൈഡ്. അപ്പോൾ ഏരിയ ഓഫ് ലാർജർ സ്ക്വയർ, വലിയ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഡി ഇൻറ്റു ഡി, ദാറ്റ് ഈസ് സൈഡ്. സൈഡ് ഇൻറ്റു സൈഡ്, ദാറ്റ് ഈസ് ഡി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ ഡി സ്ക്വയർ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇന്നർ സ്ക്വയർ, അതായത് ഉള്ളിലുള്ള ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ, അത് നമുക്ക് ഡയഗണൽ വെച്ചിട്ടുള്ള ഇക്വേഷൻ ഹാഫ് ഡി സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ നമുക്കത് എഴുതാം. ഹാഫ് ഡി സ്ക്വയർ നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഡയഗണൽ അറിയാമെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ കാണാനായിട്ട് ഹാഫ് ഡി സ്ക്വയർ ആണ് ഇക്വേഷൻ. പിന്നെ സൈഡ് ഇൻറ്റു സൈഡ് എന്നുള്ള വേറൊരു ഇക്വേഷനും ഉണ്ട്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡോട്ട് ഓൺ ദ സ്ക്വയർ ഓർ ഗ്രീൻ പാർട്ട് എന്നുള്ളത് പറയുമ്പോൾ ഗ്രീൻ പാർട്ടിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ മീൻസ് ബിഗ്ഗർ സ്ക്വയറിൻ്റെ ഏരിയ. അത് ഡി സ്ക്വയർ ആണ്, ബിഗ്ഗർ സ്ക്വയറിൻ്റെ ഏരിയ. ഔട്ട് ഓഫ് ഡി സ്ക്വയർ ഈ സ്മോളർ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഡി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയർ നമുക്ക് കിട്ടും. അപ്പോൾ ഡി സ്ക്വയർ ക്യാൻസലായിട്ട് നമുക്ക് ആൻസർ ഹാഫ് എന്ന് കിട്ടുന്നു. അതായത് പകുതിയാണ് അതിൻ്റെ ചാൻസ് അല്ലെങ്കിൽ സാധ്യത. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. എ സ്ക്വയർ വിത്ത് ഓൾ വെർട്ടിസസ് ഓൺ എ സർക്കിൾ. ഒരു ഗ്രീൻ സ്ക്വയർ എല്ലാ വെർട്ടിസസും സർക്കിളിൽ വന്നിരിക്കുന്നു. അതിൻ്റെ വൺ സൈഡ് 2 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഓർ പ്രൊബബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഈ സൈഡ് 2, ഇവിടെയും സൈഡ് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഡയഗണൽ എന്താണ്? ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രയാങ്കിളാണ്, റെക്റ്റാങ്കിൾഡ് ട്രയാങ്കിളാണ്. അപ്പോൾ പൈത്തഗോറിയൻ തിയറം അനുസരിച്ചിട്ട് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നുള്ള തിയറം ഉപയോഗിച്ച് നമുക്ക് ഹൈപ്പോട്ടന്യൂസ് അഥവാ ഡയഗണൽ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത് ആ ഡയഗണൽ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ ഡയമീറ്ററുമാണെന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം സെൻറ്ററിൽ കൂടിയാണിത് കടന്നു പോയിരിക്കുന്നത്, ഡയമീറ്റർ സർക്കിളിൻ്റെ. അപ്പോൾ ഡയഗണൽ കണ്ടുപിടിക്കാം. ഹൈപ്പോട്ടന്യൂസ് ദാറ്റ് ഈസ് എച്ച് ഓർ ഡയഗണൽ ഈസ് ഈക്വൽസ് that is diameter ആണ് സർക്കിളിൻ്റെ. ദാറ്റ്സ് ഈക്വൽസ് നമുക്ക് എഴുതാം, ഇത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽസ് റൂട്ട് ഓഫ് 2 സ്ക്വയർ 4 പ്ലസ് 4, ദാറ്റ്സ് ഈക്വൽസ് റൂട്ട് 8 എന്നുള്ള ആൻസർ നമുക്കിവിടെ കിട്ടും. അപ്പോൾ റൂട്ട് 8 എന്നുള്ളതാണ് അതിൻ്റെ ഡയമീറ്റർ. ഇനി അതിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഹാഫാണ്. റേഡിയസ് ഓഫ് ദ സർക്കിൾ ദാറ്റ് ഈസ് റൂട്ട് 8 ബൈ 2. റൂട്ട് 8 എന്നുള്ളതിനെ നമുക്ക് റൂട്ട് 4 ഇൻറ്റു 2 എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ബൈ 2. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ റൂട്ട് 4ൻ്റെ ആൻസർ 2 ആണ്. ദെൻ ഇൻറ്റു റൂട്ട് 2 റൂട്ട് 2 ബൈ 2. That is 2 and 2 cancelled. Answer is root 2 എന്നുള്ള ആൻസർ റേഡിയസ് നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കും. റൂട്ട് 2. ഓക്കെ, 4 ഇൻറ്റു 2 റൂട്ട് 8നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. റൂട്ട് 4നെ നമ്മൾ വെളിയിലേക്ക്, റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്, പിന്നെ റൂട്ട് 2 ബൈ 2, ദാറ്റ്സ് ഈക്വൽസ് 2 2 ക്യാൻസലായിട്ട് റൂട്ട് 2 എന്നുള്ള ആൻസർ റേഡിയസ് കിട്ടുന്നു. ഇനി നമുക്ക് പ്രൊബബിലിറ്റി കാണാം. പ്രൊബബിലിറ്റി കാണുന്നതിന് നമുക്ക് ഏരിയ ഓഫ് സർക്കിൾ, അതായത് സർക്കിളിൻ്റെ ഏരിയ ഔട്ട് ഓഫ് സർക്കിളിൻ്റെ ഏരിയയിൽ സ്ക്വയറിൻ്റെ ഏരിയ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പൈ ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽസ് പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു ആർ റൂട്ട് 2 ആണ്. റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ ദാറ്റ്സ് ഈക്വൽസ് റൂട്ട് 2 പൈ ഇൻറ്റു root 2 into root 2, that is root 4. root 4 equals 2 pi എന്നുള്ള ആൻസർ നമുക്കിവിടെ കിട്ടുന്നു. ദാറ്റ് ഈസ് പൈ ഇൻറ്റു റൂട്ട് 4 ആണ്, അത് 2 ആണ്. 2 pi എന്നുള്ള ആൻസർ കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ്, ദാറ്റ് ഈസ് 2 ഇൻറ്റു 2, ദാറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി പ്രൊബബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ, ദാറ്റ് ഈസ് സർക്കിളിൻ്റെ ഏരിയ ആണ് ടോട്ടൽ ഏരിയ.
ദാറ്റ് ഈസ് 2π. അതിനകത്ത് ഔട്ട് ഓഫ് 2π 4 എന്നുള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ 4/2 ദാറ്റ് ഈസ് 2 എന്ന് കിട്ടും. 2/π എന്നാണ് നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് ഇൻസൈഡ് സ്ക്വയർ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ സർക്കിളിൽ സ്ക്വയർ ആയിരുന്നെങ്കിൽ ഇത് സ്ക്വയറിൽ സർക്കിൾ വന്നിരിക്കുന്നു, ജസ്റ്റ് ടച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3യിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗം R. അപ്പോൾ റേഡിയസ് ആണെങ്കിൽ ഇത് വീണ്ടും ഒരു R. ഓക്കെ, അപ്പോൾ 2R. ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് R+R ആണ്. R+R ദാറ്റ് ഈസ് 2R. അപ്പോൾ ഈ സൈഡ് സെയിം ആയിട്ട് വരും സ്ക്വയറിൽ 2R. ഇത് റേഡിയസ് ആറും സ്ക്വയറിൻ്റെ സൈഡ് 2Rമായിട്ട് വരും. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കത് എഴുതാം. റേഡിയസ് R, ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് πr². ദെൻ ഏരിയ ഓഫ് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ 2R ആണ് ഒരു സൈഡ്. 2R ഇൻറ്റു 2R ദാറ്റ് ഈസ് ഈക്വൽസ് 4R² എന്നുള്ള ആൻസറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി ഏരിയ ഓഫ് ദി സർക്കിൾ πr² ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഏരിയ ഓഫ് സ്ക്വയർ 4R² ആണെന്ന് കിട്ടി. അപ്പോൾ സ്ക്വയറിനകത്താണ് സർക്കിൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഏരിയ ഓഫ് സർക്കിൾ ഓർ സർക്കിൾ ബൈ ഏരിയ ഓഫ് സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ പ്രോബബിലിറ്റി. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് ഓൺ ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത് സർക്കിളാണ്, ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഡോട്ട് ഗ്രീൻ പാർട്ടിൽ വീഴാനുള്ള പ്രോബബിലിറ്റി ഓർ സാധ്യത എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ സ്ക്വയറിൻ്റേതാണ്. അത് 4R² ആണ്. 4R² ഔട്ട് ഓഫ് 4R² πr² ഏരിയ ഓഫ് സർക്കിൾ ആണ് വരുന്നത്. ദാറ്റ്സ് ഈക്വൽസ് R² ക്യാൻസൽ, ദെൻ π/4 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. എ ട്രയാങ്കിൾ ഗോഡ് ബൈ ജോയിനിങ് ആൾട്ടർനേറ്റ് വെർട്ടിസസ് ഓഫ് റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ എല്ലാ വശങ്ങളും തുല്യമായ ഒരു ഷഡ്ഭുജമാണത്, 6 വശമുള്ളത്. അപ്പോൾ ട്രയാങ്കിൾ അതിനകത്ത് വരച്ചിരിക്കുന്ന, അതായത് ഒന്നിടവിട്ടുള്ള വെർട്ടിസസ് മൂലകൾ യോജിപ്പിച്ച് വരച്ചിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ അത് ഗ്രീൻ കളർ ചെയ്തിരിക്കുന്നു. അതിൽ ഒരു ഡോട്ട് വീഴാനുള്ള സാധ്യതയാണ്, പ്രോബബിലിറ്റിയാണ് ഇവിടെ നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹെക്സഗൺ വരച്ചിട്ടുണ്ട്. അതിനകത്ത് ഓൾട്ടർനേറ്റ് വെർട്ടിസസിൽ നിന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹെക്സഗണിൻ്റെ ഒരു കോർണറിൽ നിന്ന്, ഒരു വെർട്ടിസസിൽ നിന്ന് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ഹെക്സഗണിൻ്റെ ആംഗിൾ എത്രയാണെന്ന് നോക്കാം. വൺ ആംഗിൾ ഓഫ് എ ഹെക്സഗൺ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് n-2 × 180/6. അതായത് എത്ര ആംഗിൾ ഉണ്ടോ, എത്ര സൈഡ് ഉണ്ടോ അത്രയും ആംഗിൾ ഉണ്ടാവും. 6 സൈഡ് ഉണ്ട്. അപ്പോൾ n-2 എന്ന് പറയുന്നത് 6 സൈഡാണ്. ഇനി 6 സൈഡ് 6 - 2 × 180 എന്നുള്ള ഇക്വേഷനിൽ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 × 180/6 ദാറ്റ് ഈസ് ഈക്വൽസ് 720 /6 ദാറ്റ്സ് ഈക്വൽസ് 120 ഡിഗ്രിയാണ് ഹെക്സഗണിൻ്റെ ഒരു ആംഗിൾ എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ ഒരു ആംഗിൾ 120 ആയെന്നാൽ ഇവിടെ നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അത് ആംഗിൾ ബൈസെക്ടർ കൂടിയായിരിക്കും. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി എന്നായിരിക്കും. ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ വരുന്നത് 30 ഡിഗ്രി എന്നായിരിക്കും. ഓക്കെ, ഇനി ഹെക്സഗണിൻ്റെ ഒരു സൈഡ് നമ്മൾ സൈഡ് എ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ റെഗുലർ ഹെക്സഗൺ ആകുമ്പോൾ എല്ലാ സൈഡും എ എന്നുള്ള മെഷർമെൻ്റ് ആയിരിക്കും. ഇത് എ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിലേക്ക് ഹെക്സഗണിൻ്റെ ഒരു ആംഗിളിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുന്നതായിട്ട് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി, 60 ഡിഗ്രി, 30 ഡിഗ്രി. ഇത് ട്രിഗണോമെട്രിക്ക് അനുസരിച്ച് നമ്മൾക്ക് 30:60:90, അതായത് ആംഗിൾസ് ഈ പ്രൊപ്പോർഷനിലാണെങ്കിൽ, ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഈ പ്രൊപ്പോർഷനിലാണെങ്കിൽ their sides will be
1:√3:2 എന്നുള്ള അനുപാതത്തിലായിരിക്കുമെന്ന് തിയറമുണ്ട്. അപ്പോൾ അതായത് 30ക്ക് ഓപ്പോസിറ്റ് 1ഉം 60ക്ക് ഓപ്പോസിറ്റ് √3 എന്ന പ്രൊപ്പോർഷനും 90ക്ക് ഓപ്പോസിറ്റ് 2 എന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് നമ്മൾ എടുത്തിരിക്കുന്ന സൈഡ് എ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ്. ദാറ്റ് ഈസ് 2x ഈസ് ഈക്വൽസ് എ എന്നാണെങ്കിൽ എക്സ് എന്നുള്ള പ്രൊപ്പോർഷൻ എടുക്കുമ്പോൾ a/2 എന്നുള്ളതാകുന്നു. അങ്ങനെയെങ്കിൽ 30ക്ക് എതിരായ സൈഡ് നമ്മൾ എഴുതുന്നത് a/2 × 1 എന്നും ഈസ് ടു √3 × a/2 എന്നുള്ളതാണ് 60ക്ക് എതിര്. ആൻഡ് 2x എന്നുള്ളത് 2 × a/2 ദാറ്റ് ഈസ് a എന്നുള്ളതാകുന്നു. 2 × a/2. ഓക്കെ. വൺ സൈഡ് ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് √3 a/2 × 2. കാരണം ഇവിടെ ഞാൻ പറഞ്ഞു ഇതൊരു പാർട്ടാണ്, പകുതി വരെയാണ് √3 a/2 നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ അതനുസരിച്ച് രണ്ട് ഭാഗം ചേരുമ്പോഴാണ് √3 a/2 × 2 എന്ന് എഴുതുക. ദർഫോർ ദാറ്റ് ഈസ് ഈക്വൽസ് നമുക്ക് കിട്ടും ആൻസർ √3 a എന്നുള്ള ആൻസറാണ് വൺ സൈഡ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഹെക്സഗണിൻ്റെ ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √3a²/4 ആണ്. ഹിയർ എ എന്ന് പറയുന്നത് വൺ സൈഡ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു √3 a ആണെന്നുള്ളത്. ഇനി അതിവിടെ എക്ക് പകരം ഈ √3 a എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽസ് √3 × a² പകരം √3a², √3a the whole square divided by 4 എന്നുള്ള ആൻസർ കിട്ടുന്നു. ദെൻ ദാറ്റ് ഇസ് ഈക്വൽസ് √3 the whole square, √3 × √3 the whole square എന്ന് പറയുമ്പോൾ √3 × √3 that is √3 × √3 √9 and a² / 4. Then that's equals √3 × 3 a² / 4 എന്നുള്ളത് കിട്ടുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത്. അതായത് √3 3a² / 4 എന്നുള്ളതാണ് നമുക്ക് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഏരിയ ഓഫ് ഹെക്സഗൺ എന്ന് പറയുന്നത് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇക്വേഷനെ തന്നെ ഏരിയയെ തന്നെ 6 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണ്. 6 √3 a² / 4 എന്നുള്ളതാണ്. അതായത് 6 ടൈംസ് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ. ദാറ്റ് ഈസ് ഇവിടെ നമ്മളിത് മൾട്ടിപ്ലൈ ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവിടെ 2ഉം ഇവിടെ 3യും കിട്ടുന്നു. ദാറ്റ്സ് ഈക്വൽസ് 3 √3 a² / 2 എന്നുള്ള ആൻസറാണ് ഏരിയ ഓഫ് ഹെക്സഗൺ. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് ഓൺ ഗ്രീൻ പാർട്ട്. പ്രോബബിലിറ്റി ദാറ്റ്സ് ഈക്വൽസ് ഏരിയ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഹെക്സഗൺ. ഇനി അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 √3 a² / 4 ഡിവൈഡഡ് ബൈ 3 √3 a² / 2. ഇത് ഏരിയ ഓഫ് ഹെക്സഗണും ആൻഡ് ഇത് ഏരിയ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിളും. അപ്പോൾ ഇത് ഇങ്ങനെ രണ്ട് ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഫ്രാക്ഷൻ അങ്ങനെ തന്നെ എഴുതുകയും രണ്ടാമത്തെ ഫ്രാക്ഷനെ നമ്മൾ റെസിപ്രോക്കലായിട്ട് ഇട്ടിട്ട് ഇൻറ്റു ചെയ്യുകയുമാണ് ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ദാറ്റ് ഈസ് ഇങ്ങനെ തിരിച്ചിട്ട് എഴുതി. അതായത് ഫസ്റ്റ് ഫ്രാക്ഷൻ അങ്ങനെ തന്നെയും രണ്ടാമത്തെ ഫ്രാക്ഷൻ താഴെയുള്ള ഫ്രാക്ഷൻ തിരിച്ചിട്ട് റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം എന്ന് പറയും, തിരിച്ച് നമ്മൾ എഴുതി. ഓക്കെ, ഇനി ഇത് ക്യാൻസലാണിത് മൊത്തം. ഇനി 2ഉം 4ഉം കൂടി ക്യാൻസൽ ആയിപ്പോയിട്ട് ഇവിടെ 1 2. ദാറ്റ്സ് ഈക്വൽസ് ദ ആൻസർ ഈസ് 1/2. ചാൻസ് പകുതിക്ക് പകുതിയാണ്. 1/2 ആണ് അതിൻ്റെ ചാൻസ് ഡോട്ട് വീഴാനുള്ളത്. ഓക്കെ, ആ സെറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 5. എ റെഗുലർ ഹെക്സഗൺ ഫോംഡ് ബൈ 2 ഓവർലാപ്പിംഗ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. അതായത് ഇവിടെ ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ടായിരിക്കുന്നു. 2 ട്രയാങ്കിൾസ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഓവർലാപ്പ് ചെയ്ത്, അതായത് ഒന്നിനു മേളിൽ മറ്റൊന്നായിട്ട് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 6 സൈഡുള്ള ഒരു ഹെക്സഗൺ ഇവിടെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അത് ഗ്രീൻ കളറാണ്. അതിൽ ഡോട്ട് വീഴാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2 ട്രയാങ്കിൾസ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഓവർലാപ്പിംഗ് ആയിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ വരുമ്പോൾ ഒരു ഹെക്സഗൺ ഉള്ളിൽ ഫോം ചെയ്യുന്നു. ആ ഹെക്സഗണിൻ്റെ വൺ സൈഡ് എന്ന് പറയുന്നത് എ എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അപ്പോൾ ഹെക്സഗണിനും
റെഗുലർ ഹെക്സഗൺ ആണ്. അപ്പോൾ ഈ 3 പാർട്ടുകളും തുല്യമായിരിക്കും, സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ദെർഫോർ ഇതെല്ലാം സ്മോൾ എ സ്മോൾ എ സ്മോൾ എ അങ്ങനെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ വൺ സൈഡ് എന്ന് പറയുന്നത് എ പ്ലസ് എ അത് 3a ആയിരിക്കും. വൺ സൈഡ് ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ 3a ആയിരിക്കും. ആൻഡ് വൺ സൈഡ് ഓഫ് എ ഹെക്സഗൺ നമ്മൾ എ എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അവയുടെ നമുക്ക് ഏരിയകൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഹെക്സഗണിൻ്റെ ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യാം. ഹെക്സഗണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 6 × √3a²/4 ആണ്. ഓക്കെ, ഏരിയ ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് √3a²/4 ആണ് ഇക്വേഷൻ. അപ്പോൾ അങ്ങനെയെങ്കിൽ √3 × a², അതായത് എക്ക് പകരം വൺ സൈഡ് എന്ന് പറയുന്നത് 3a ആണ്. 3a² എന്ന് കൊടുക്കേണ്ടി വരും /4. അങ്ങനെ 2 ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ഏരിയ ഓഫ് 2 ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് √3 × 3a² /4 × 2. അതായത് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയയെ 2 പ്രാവശ്യം 2 കൊണ്ട് ഗുണിക്കണം, എന്നാലേ നമുക്ക് 2 ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടുകയുള്ളൂ. ഇനി ടോട്ടൽ ഏരിയകൾ, അതായത് ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹെക്സഗണിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ചെയ്താൽ നമുക്ക് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ പ്രോബബിലിറ്റി ഈക്വൽസ് 6 × ഹെക്സഗണിൻ്റെ ഏരിയ 6 × √3a²/4 ഡിവൈഡഡ് ബൈ 2 × അതായത് ഈക്വലാറ്ററൽ 2 ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ 2 × √3 × സൈഡ് 3a² ആണ് /4. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഇങ്ങനെ തന്നെ എഴുതിയാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇത് ക്യാൻസൽ ചെയ്ത് ചെയ്യാൻ സാധിക്കും. അതായത് √3 4 ഇങ്ങനെ നമുക്ക് വെട്ടിക്കളയാം. ഇനി 6ഉം 2ഉം കൂടി നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടും. ഓക്കെ, ഇനി ഇതിൽ റിമൈനിങ് ആയിട്ട് വരുന്നത് ബാക്കിയായി വരുന്നത് 3 × ഇവിടെ a² മുകളിലെ പാർട്ടിൽ വന്നിട്ടുണ്ട് /, ബൈ താഴെ നമുക്ക് 3a² എന്ന് വരുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽസ് 3 × a² ഡിവൈഡഡ് ബൈ 3a²നെ 3² a², 3² 9ഉം a² a². ഓക്കെ, a² ക്യാൻസൽഡ് ആൻഡ് 3 and 9 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1/3 എന്നുള്ള ആൻസർ കിട്ടും. ദാറ്റ്സ് ഈക്വൽസ് പ്രോബബിലിറ്റി 1/3 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു.